നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ ഒരു വൃത്തികെട്ട വീഡിയോ കണ്ടതുകൊണ്ടാണ് സത്യത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടും വീഡിയോ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടെന്ന് വെച്ച് ആരുടെ ജീവിതത്തിലും കയറി കുളം തോണ്ടാം, ആരെയും എന്തും പറയാം, ആരെയും വേദനിപ്പിക്കാം എന്നൊക്കെ ധരിച്ചു വച്ചിരിക്കുന്ന ചില വൃത്തികെട്ട മനസ്സിനുടമകൾ അത്തരത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. പറയുന്നത് രേണു സുധിയെ കുറിച്ചാണ്. രേണു സുധിയുടെ വീണ്ടും വിവാഹം കഴിഞ്ഞു എന്ന തരത്തില് ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതുപോലെ വിവാഹവേഷത്തിലുള്ള കുറച്ച് ഫോട്ടോസും അമ്പലത്തിൽ നിന്നുള്ള ഫോട്ടോസും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നുമുണ്ട്. ഇനി വിവാഹം കഴിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്താ രേണുവിന് വിവാഹം കഴിക്കാൻ പാടില്ലേ? ഒരു പുരുഷനോടൊപ്പം ജീവിക്കണമെന്ന് തോന്നിയാൽ വിവാഹം കഴിച്ച് അന്തസ്സോടെ ജീവിക്കും തന്നെയല്ലേ നല്ലത്. അല്ലാതെ വേണ്ടാത്തവനൊന്നും പോയിട്ടില്ലല്ലോ, മറ്റുള്ളവരുടെ ഭാഷയെ പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഓരോ വ്യക്തിയും എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, അവരെങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് ഇരിക്കുന്നത്, എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് കഴിക്കുന്നത്, ഇത് നോക്കി കണ്ടന്റ് ആക്കി വൃത്തികേട് കാണിക്കുന്ന ചില ചാനൽ മുതലാളിച്ചിമാർ. ഞാനത് പറയാൻ കാരണം, സ്ത്രീകളാണ് പൊതുവെ കരുണയുടെയും മനസാക്ഷിയുടെയും ഒക്കെ വക്താക്കൾ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ക്ഷമയുടെയും ഒക്കെ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രിട്ടിക്കൽ സാഹചര്യങ്ങൾ വരുമ്പോൾ സ്ത്രീ അന്തം വിട്ട് കുന്തം മെഴുകി നിൽക്കുന്ന സമയത്ത് പുരുഷൻ ആ യാഥാർത്ഥ്യ ബോധം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന ഒരൊറ്റ ചിന്തയിൽ അതിനുള്ള പ്രതിവിധികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ്. അതുകൊണ്ട് തന്നെ കരുണ, ആർദ്രത, ഇതൊക്കെ നമ്മൾ സ്ത്രീയുടെ മേലാണ് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു സ്ത്രീ, ഒരു യൂട്യൂബർ ഒരു കുട്ടിയെടുത്ത് ചോദിക്കുകയാണ്, അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചതിനെ കുറിച്ച്, അമ്മ റീൽസ് നടത്തുന്നതിനെ കുറിച്ച്, എടുക്കുന്നതിനെ കുറിച്ചൊക്കെ. ആ പാവം കുട്ടി അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. അതിന്റെ മനസ്സിന്റെ വേദന ഇവർക്ക് മനസ്സിലാക്കണ്ടേ? ഒരു കുട്ടിയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ, ഒരു മകനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമല്ല ആ വൃത്തികെട്ട സ്ത്രീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ രണ്ടാം വിവാഹത്തെ കുറിച്ചാണ് വളരെ ഹൃദയവേദനയോടെ ആ കുട്ടി സംസാരിക്കുന്നത് കണ്ടിട്ട്. ഇനി അതും ആക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അതും ആക്റ്റാണെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് പൊട്ടിക്കണം. അതെനിക്ക് പറയാനുള്ളത്. ആ പെണ്ണിന് എന്തായാലും കുറ്റിച്ചൂലിന് ചാണകം മുട്ടി ചന്തിക്കടിക്കേണ്ടി വരും. ഞാൻ ചാനലിനെ പറഞ്ഞു കണ്ട് ഇനിയിപ്പോൾ ഒരു പ്രൊമോഷൻ കൊടുക്കണമെന്നില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ആ രീതിയിൽ കുത്തി ചോദിക്കുന്നത്. ഞാനത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഒരു ചൂണ്ട കൊളുത്തിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പിടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങോട്ടും പോലും ഇങ്ങോട്ടും പോലും കാര്യം കൊളുത്തിട്ടേക്കണല്ലോ ആ ഒരു അവസ്ഥയിൽ. അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോദിക്കുന്ന എവളുമാർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അവളുമാരുടെ ചങ്കില് ചൂണ്ടയിട്ട് കൊളുത്തിട്ട് ഇങ്ങനെ വലിക്കണം. പച്ച മാംസത്തെ തുളച്ച് ചൂണ്ട കൊളുത്തിട്ടൊന്ന് വലിച്ച് വേദനിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അതുപോലൊരു സാഹചര്യത്തിൽ അവരോട് ചോദിക്കണം. എന്തെങ്കിലും ഒരു ചോദ്യം നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ ഇത് തന്നോട് ചോദിച്ച താൻ ഇഷ്ടപ്പെടുന്നതാണോ? തൻ്റെ കുടുംബത്തെക്കുറിച്ച്, തൻ്റെ മക്കളെക്കുറിച്ച്, തൻ്റെ മാതാപിതാക്കളെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ താൻ ഇഷ്ടപ്പെടുമോ? അതൊക്കെ ആലോചിച്ചിട്ട് വേണ്ടേ ഒരു ചോദ്യം ചോദിക്കാൻ. ഇവിടെ സത്യത്തിൽ എന്താണ്, ഈ രേണു സുധിയുമായി ഒരു ഫോട്ടോഷൂട്ട് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു ആൽബമായിട്ടോ പരസ്യവുമായിട്ടോ എന്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോട്ടോഷൂട്ട് നടന്നിട്ടുണ്ട്. ആ ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ടാണ് വിവാഹം കഴിഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്, വാർത്തകൾ വരുന്നത്, സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് എന്നും കേൾക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതാണ് സത്യം എന്നുണ്ടെങ്കിൽ, ആ കുട്ടിയോട് കാണിച്ചത്, രേണുവിന്റെ മകനോട് ആ യൂട്യൂബർ കാണിച്ചത് എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന്. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ കോലും തൂക്കി പിടിച്ചുകൊണ്ട് പൊയ്ക്കോളൂ, അവരുടെ എന്താ പറയാ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട്. ഈ ലോകത്ത് മനസ്സമാധാനമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് ഓരോ വ്യക്തിയുടെയും ആഗ്രഹമാണ്. ഇവിടെ ജീവിച്ചു തീർക്കണം, തനിക്ക് കിട്ടിയിട്ടുള്ള ആയുസ് തീരും വരെ സമാധാനപൂർവ്വം ഒന്ന് ജീവിക്കണം. ഇവിടെ മറ്റൊരു പെണ്ണിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, മലയാളികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി അത്തരത്തിൽ പ്രാർത്ഥിക്കുന്നതിന് കാരണമുണ്ട്. ആ ഒരു പെണ്ണിന് അവിടെ യമനിൽ നിക്കക്കള്ളി ഇല്ലാതെ, ഒരു നിവൃത്തിയുമില്ലാതെ തലാൽ എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട ഒരുത്തൻ കാണിച്ചു വെച്ചിട്ടുള്ള സകല കോപ്രായങ്ങൾക്കും അവന്റെ പീഡനങ്ങൾക്കും ഇരയായി ഒരു നിവൃത്തിയുമില്ലാതെ ചെയ്തു പോയ ഒരു പാതകം. അത് മനസ്സിലാക്കിയിട്ടാണല്ലോ മലയാളികൾ ഒപ്പം നിൽക്കാൻ ഒരു വിഭാഗമെങ്കിലും, ചിലരൊക്കെ പൊങ്കാലിടുന്നെങ്കിലും ശ്രമിക്കുന്നത്. ജീവനോടെ തിരിച്ചു വരാൻ വേണ്ടി പലരും സമൂഹത്തിന്റെ നാനാ തുറയിലുള്ളവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവിതം സമാധാനപൂർവ്വം ജീവിക്കാനും അതിന്റെ കുട്ടിക്ക് അതിന്റെ മാതാവിന് കിട്ടാനും ഒക്കെ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ ഒരു യൂട്യൂബർ ഒരു കോലം തൂക്കിക്കൊണ്ട് ചെന്നിട്ട് മറ്റൊരു ജീവിതം കൊളമാക്കാൻ നോക്കുകയാണ്. അതും ഒരു പെണ്ണാണ്, ചിന്തിക്കണം. ഒരു പെണ്ണിനെ അവിടെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ഇവിടെ ഒരു പെണ്ണിന്റെ പെരടിക്ക് കയറാണ്. ഓക്കെ, ശരിയാണ്, അതിന്റെ വീട് കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ തീർക്കട്ടെ, അവരുടെ കാര്യങ്ങൾ തീർക്കട്ടെ. അത് വെച്ചു കൊടുത്തവർ മര്യാദയ്ക്കല്ല ചെയ്തു കൊടുത്തെന്നുണ്ടെങ്കിൽ അവരത് മര്യാദയ്ക്ക് ചെയ്തു കൊടുക്കട്ടെ. ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ രീതി ചെയ്തു കൊടുക്കണം. അതതിൻ്റെ രീതിയാണ്. അല്ലാതെ ആക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല.
പിന്നെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അതിന് കുറ്റം പറഞ്ഞിട്ട് ദാനം കിട്ടുന്ന പശുവിന്റെ പല്ലെണ്ണി നോക്കി കുറ്റം പറയുന്നതും ശരിയല്ല. ഇത് രണ്ടും ശരിയല്ല. അത് മറ്റൊരു വിഷയമാണ്. ഏതായാലും അതിന്റെ പേരിൽ രേണുവിനെ സോഷ്യൽ മീഡിയയിലിട്ട് കൊന്നുകൊണ്ടിരിക്കുക. അതിന്റെ കൂട്ടത്തിലാണ് രേണുവിന്റെ രണ്ടാം വിവാഹവും ആഘോഷിക്കുന്നത്. രണ്ടാം വിവാഹം ആഘോഷിച്ചോളൂ, അതൊക്കെ പിന്നീട് എന്താണെന്ന് സോഷ്യൽ മീഡിയ തന്നെ വാർത്തകൾ പറഞ്ഞോളൂ. പക്ഷെ ആ കുട്ടിയോട് ചെന്ന് ചോദിച്ച് അതിന്റെ മനസ്സ് വേദനിപ്പിച്ച് ഒന്നാലോചിച്ച് നോക്കുക. അത് വിചാരിച്ചിട്ടുണ്ട് തന്റെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു. അത് പറയുന്നുണ്ട്. അമ്മയ്ക്ക് കല്യാണം കഴിക്കാൻ ഒരു വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ ആഗ്രഹമല്ലേ, നമ്മൾ എന്ത് പറയാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്രൂരയാകാൻ എന്താണ് അതിന്റെ വസ്തുത എന്ന് അന്വേഷിക്കാതെ എടുത്തു ചാടി കോലും തൂക്കിച്ചെന്ന് പറയാൻ എങ്ങനെ അവർക്ക് കഴിയുന്നതാണ് ചിന്തിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ചില വാർത്തകൾ ചെയ്യാറില്ല. ചില വാർത്തകൾ 1-2 ദിവസം കഴിഞ്ഞ് മാത്രമേ ചെയ്യാറുള്ളൂ. അതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയാനുണ്ട്, വാർത്തകൾ അറിയാനുണ്ട്. നമ്മൾ കേൾക്കുന്നതായിരിക്കില്ല. 1-2 ദിവസം കഴിയുമ്പോൾ ചിത്രം മാറും. ചില ചിത്രങ്ങൾ, ചിലത് നമുക്കറിയാം, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ഒരു ജീവിതത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഒരു പെണ്ണിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചേ പറയാൻ പാടുള്ളൂ. കാരണം നമ്മുടെ വായിൽ നിന്ന് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റൂല. അതിന്റെ വേദന അറിയണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു പോക്ക് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ മറ്റ് വ്യക്തികളിൽ നിന്ന് ഇറങ്ങിപ്പോയി അതിന്റെ ഇര നമ്മളായി, നമ്മളും നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളുമൊക്കെ നക്ഷത്രക്കാൽ എണ്ണുന്നത് മനസ്സിലായല്ലേ? ആ വേദന നമ്മൾ കുടുംബത്തോടൊപ്പം അനുഭവിക്കുന്നത്, നമ്മളെ കുടുംബത്തിൽ അനുഭവിക്കുന്നത്, അത് സ്വന്തം ജീവിതത്തിൽ വരണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. മറ്റുള്ള മനുഷ്യരുടെ, മറ്റു സാധുക്കളുടെ മേൽ കുതിര കയറിക്കൊണ്ട് എന്തും പറയാമെന്ന് കരുതി അവരെ തോന്നിയാസങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താണ് വസ്തുത എന്ന് പോലും അറിയുന്നതിന് മുമ്പ് അവരുടെ മക്കളെ മാനസികമായി വേദനിപ്പിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ തലച്ചോറില്, അവരുടെ ഹൃദയത്തിൽ ചൂണ്ട കൊളുത്തിട്ട് വലിച്ചുകൊണ്ടായി ഹൃദയവേദന ഉണ്ടല്ലോ, ആ കുട്ടിയുടെ മരണം വരെ അതിന്റെ മനസ്സിലുണ്ടാവും. നാളെ അമ്മ ഫോട്ടോഷൂട്ടിലായിരുന്നു എന്നും അത് വെറുതെ സോഷ്യൽ മീഡിയക്കാരെ തെറ്റിദ്ധരിച്ച് ചോദിച്ചാണെന്ന് കുട്ടി മനസ്സിലാക്കും. പക്ഷെ അപ്പോഴും ആ ഹൃദയത്തിൽ കയറിപ്പോയ, തലച്ചോറിൽ ഉപബോധ മനസ്സിൽ കയറിപ്പോയ ഒരു ചിന്ത ഉണ്ട്. അമ്മ രണ്ടാമത് വിവാഹം കഴിക്കുമോ, അമ്മ രണ്ടാമത് വിവാഹം കഴിക്കുമോ, അച്ഛൻ തന്നിക്കില്ല, ഇനി അമ്മയും കൂടി ഇല്ലാതാകുമോ, ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ അവസ്ഥയിലേക്ക് നീയൊക്കെ എത്തിച്ചേരുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. കോലു തൂക്കി ഇറങ്ങുന്നതിന് മുമ്പ്, റീച്ച് ഉണ്ടാക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോവളും ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. Different angles. Don't forget to subscribe and support this channel.